വിഷുവിന് മുമ്പ് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷു ഇപ്പൊ അടുത്തല്ല, ഏതായാലും അതൊരുക്കിക്കൊണ്ടിരിക്കുന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് വിഷു സമൃദ്ധിയുടെയും പ്രത്യാശയുടെയും ദിനം. എന്നാൽ വയനാട്ടിലെ ആ പാവ മനുഷ്യർക്ക് ഇത് മറ്റൊരു കണ്ണീർക്കാലം മാത്രമാണ്. മുണ്ടക്കയും ചൂരൽമലയും മണ്ണെടുത്തപ്പോൾ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് പകച്ചു നിന്നവർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ ഒരു ഉറപ്പുണ്ടായിരുന്നു. വിഷുവിന് മുൻപേ നിങ്ങൾ പുതിയ വീട്ടിൽ താമസം തുടങ്ങും എന്നതായിരുന്നു അത്. ഇന്ന് വിഷു എത്തി, പക്ഷേ കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ ആ വീടുകൾ ഇന്നും പാതി വഴിയിലാണ് കേട്ടോ. ആ വാഗ്ദാനം വെറും ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായിരുന്നു എന്നാണ് കേരളം ഇപ്പോൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. കൽപ്പറ്റ ബൈപ്പാസിനരികെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പിന്റെ പണി ഇനിയും പൂർത്തിയായിട്ടില്ല. കഴിഞ്ഞ മാർച്ച് 1 വലിയ ആഘോഷത്തോടെ മുഖ്യമന്ത്രി ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിച്ചു. എന്നാൽ ആവേശത്തോടെ റിബൺ മുറിച്ച ആ വീടുകൾക്ക് അന്ന് ബാത്റൂം സൗകര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. തിരഞ്ഞെടുപ്പെടുത്തപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കാട്ടിയ ധൃതി മാത്രമായിരുന്നു അത്. എന്തുകൊണ്ടാണ് ഈ താമസം? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ഉദ്ഘാടനം കഴിഞ്ഞതോടെ നിർമ്മാണത്തിന്റെ വേഗതയും കുറഞ്ഞു. സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിനാൽ തൊഴിലാളികളെ റോഡ് പണിക്ക് മാറ്റി എന്നതായിരുന്നു അവർ പറയുന്ന ന്യായം. അതായത് സർക്കാരിനും കരാറുകാർക്കും ദുരിതബാധിതരുടെ പുനരധിവാസത്തെക്കാൾ പ്രധാനം റോഡ് പണികളാണെന്ന് ചുരുക്കം. പ്ലംബിംഗ് ജോലികൾ പോലും തീരാത്ത വീടുകൾ കാണിച്ച് ആരെയാണ് നിങ്ങൾ വിശ്വസിപ്പിക്കാനും പറ്റിക്കാനും ശ്രമിക്കുന്നത്? സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, കുടിവെള്ള വിതരണ ശൃംഖല, ഇവയെല്ലാം ഇപ്പോഴും പണിപ്പുരയിലാണ്. 5ാം സോണിലാകട്ടെ വീടുകളുടെ കട്ടകെട്ടലും തേപ്പും പോലും കഴിഞ്ഞിട്ടില്ലെന്നും സാരം. ഇതര സംസ്ഥാന തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങിയെന്നും തിരഞ്ഞെടുപ്പ് നടന്നുവെന്നും ന്യായങ്ങൾ നിങ്ങൾക്ക് നിരത്താം. പക്ഷേ ഒരു സർക്കാർ സംവിധാനം വിചാരിച്ചാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കേണ്ടുന്ന ഒരു പണി ഇത്രയും മന്ദഗതിയിലായത് ആരുടെ പിടിപ്പുകേടാണ്? ആരുടെ വീഴ്ചയാണ്? ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ എത്ര പ്രതീക്ഷയോടെയാണ് ഈ വിഷുവിനെ കാത്തിരുന്നത്. സ്വന്തം വീടിന്റെ ഉമർത്ത് ഒരു കണിക്കൊന്ന പൂ വയ്ക്കാൻ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? ആ പ്രതീക്ഷകളെയാണ് ഭരണകൂടം തല്ലിക്കെടുത്തിയത്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി വാഗ്ദാനങ്ങൾ വാരി വിതറുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ ഇന്നും വാടക വീടുകളിലാണ് അന്തിയുറങ്ങുന്നത്. ഇനിയെങ്കിലും ഈ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കണം. ഫോട്ടോഷൂട്ടുകൾക്കും ഉദ്ഘാടന മാമാങ്കങ്ങൾക്കും അപ്പുറം അർഹതപ്പെട്ടവർക്ക് അവരുടെ വീടെന്ന അവകാശം സർക്കാർ ഉറപ്പാക്കണം. വാക്കുകൾ പാലിക്കാനുള്ളതാണ്, അല്ലാതെ ജനങ്ങളെ വഞ്ചിക്കാനുള്ളതല്ല.